പ്രിയ വിദ്യാർത്ഥിനികളെ നമസ്കാരം. അപ്പോൾ 10ാം തരം വരെ നല്ല രീതിയിലൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങി ഒരു സ്കില്ല് കോഴ്സിന് ചേർന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 10ാം ക്ലാസ് വരെയും പഠിച്ചതുപോലെ ഉള്ള ഒരു ഇത് പോരാ, കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഒരു മനസ്സ് വെച്ചുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം വളരെയധികം പഠിക്കാനുള്ള 2 വർഷമാണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി മാനസികമായി നമ്മൾ തയ്യാറെടുക്കണം. അതിനനുസരിച്ചിട്ട് വേണം കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ രാഷ്ട്രപതി APJ സാറ് പറയാറുള്ള പോലെ എന്താണ്, നല്ലൊരു ലക്ഷ്യമുണ്ടാകണം അല്ലേ. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലാണ് നമുക്ക് അത് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നല്ല ലക്ഷ്യമുണ്ടാകണം. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളുണ്ട്, രക്ഷകർത്താക്കൾക്ക് വലിയ പ്രതീക്ഷകളുണ്ട്, സമൂഹത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകളെല്ലാം കാത്തുകൊണ്ട് നല്ലൊരു ലക്ഷ്യം നിങ്ങൾ ഉണ്ടാകണം. രണ്ടെന്താണ്, അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പദ്ധതി വേണം. ഷുഡ് ബി സ്ട്രോങ് കോൺക്രീറ്റ് പ്ലാൻ. ഒരു പ്ലാനിങ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്താണ്, ഒരു പ്ലാൻ വേണം. ഇഫ് യു ആർ ഫെയിലിംഗ് ടു പ്ലാൻ, യു ആർ പ്ലാനിങ് ടു ഫെയിൽ. എപ്പോഴും ഓർത്തോണം. നമ്മളൊരു നല്ല പദ്ധതി ഉണ്ടാക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടാനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണെന്നർത്ഥം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ അത് ചെയ്യുക. മൂന്നാമത് എന്ത് വേണം, സെൽഫ് മോട്ടിവേഷൻ. പ്രചോദനം ഉണ്ടായിരിക്കണം. പല കാര്യങ്ങൾക്കും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവാം, നാട്ടിലുണ്ടാകാം. അതെല്ലാം നമ്മളൊരു ഗ്രൂപ്പായി ചേർന്ന് നിന്നുകൊണ്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു സെൽഫ് മോട്ടിവേഷൻ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ NSQF എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. എന്താണ് NSQF? നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. ഒരു പ്രത്യേക ലെവലുകളായിട്ടാണ് നമ്മളിനി പഠിക്കുന്നത്. 9, 10, 11, 12, 13 അത്തരത്തിലുള്ള പല ലെവലുകളായിട്ട്. ഓക്കെ, +2 ഒരു ലെവൽ, ഡിഗ്രിക്ക് വേറെ ലെവൽ, അങ്ങനെ പല ലെവലുകളായിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ പുതിയ പാഠ്യപദ്ധതിയുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച ഒരു രീതിയല്ല ഇതിൽ അവലംബിക്കുന്നത്. അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ടറി വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാകാം. ഓക്കെ, നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന ഒരു കോഴ്സിലാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത്. കോഴ്സിൻ്റെ പേരെന്താണ്? മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ. ഓക്കെ, ഏകദേശം 5-6ഓളം കോഴ്സുകൾ നമ്മുടെ ഈ സെക്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്ടറായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പലതരത്തിലുള്ള എന്താണ് ടെലികോം, അങ്ങനെ പലതരത്തിലുള്ള പവർ, അങ്ങനെ പലതരത്തിലുള്ള സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്ടർ, ഈ കോഴ്സ് വരുന്ന സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ സ്കില്ലിൻ്റെ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ സ്കിൽ കൗൺസിലാണ്. അഗ്രികൾച്ചറൽ സെക്ടർ സ്കിൽ കൗൺസിൽ. അപ്പോൾ അവർ മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടി പ്രത്യേകിച്ചുള്ള എല്ലാ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടൊരു ക്വാളിഫിക്കേഷൻ പാക്ക് എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് സ്കൂളിൽ നിങ്ങൾക്കുണ്ടാകും. QP എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അധ്യാപകരോട് ഒന്ന് വാങ്ങിച്ചിട്ട് കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽ ലെവലുകൾ നിങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വായത്തമാക്കേണ്ടതുണ്ട്, ഇതെല്ലാം വിശദമായിട്ട് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. നിങ്ങളത് കഴിഞ്ഞ് കഴിയുമ്പോൾ 11ാം തരം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ പെർഫോമൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാകണം എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഇയർ നമ്മുടെ സ്കിൽ ഇവാലുവേഷൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇവാലുവേഷനാണ്. പക്ഷേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഇവാലുവേഷൻ സെക്കൻഡ് ഇയർ ആണ്. അതിൽ പുറത്തു നിന്നുള്ള ഈ സെക്ടർ സ്കില്ലിലെ ആളുകളാണ് വരുന്നത്. അപ്പോൾ അവർ കൃത്യമായ രീതിയിൽ അസസ് ചെയ്യുകയും നമ്മൾ ആ പറയുന്ന രീതി തന്നെ എല്ലാം ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ പാക്കുകളും അതുപോലെയുള്ള പെർഫോമൻസ് ക്രൈറ്റീരിയകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ച സംശയങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ ഏതാണ് സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പാണ് ചോയ്സായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അഗ്രികൾച്ചറിൻ്റെ പ്രാധാന്യമെന്ന് നമ്മൾക്കറിയാം അല്ലേ, അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ എന്താണ് ഒരു കാർഷിക സംസ്കാരമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപേ തന്നെ അഗ്രികൾച്ചറാണ് നമ്മുടെ മെയിനായിട്ടുള്ള വരുമാന സ്രോതസ്സ് എന്ന് പറഞ്ഞിരുന്നത്. അന്ന് 50%-ലേറെ നമ്മുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നതും എന്തായിരുന്നു, കൃഷിയായിരുന്നു. എന്നിരുന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കാരണം എന്താണ്, ഉൽപ്പാദനക്ഷമത വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിലേക്ക് നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഒരു 15% താഴെയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വികസിക്കാനായിട്ട് കഴിയില്ല അല്ലേ. സാറ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ വികസിത രാജ്യമായിട്ടില്ല. എന്താണ്, വികസ്വര രാജ്യമായിരുന്നു. ഇപ്പോഴും എന്ത് തന്നെയാണ്, വികസ്വര രാജ്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല, വികസിതമായ രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കില്ല. നിങ്ങളെപ്പോലുള്ള യങ് ജനറേഷനിലാണ് ഗവൺമെൻറ്റിന് എല്ലാവർക്കും പ്രതീക്ഷ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷ വളരണമെങ്കിൽ എന്ത് വേണം, നമ്മൾ വെറുതെ വിദ്യാഭ്യാസം അക്കാഡമിക് മാത്രമായിട്ട് ചെയ്താൽ പോരാ.
പിന്നെ എന്ത് വേണം, സ്കിൽ ലെവൽ കൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഏത് വികസിത രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയുള്ള വർക്ക് പോപ്പുലേഷൻ എപ്പോഴും ഹൈലി സ്കിൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അഗ്രികൾച്ചറിലായാലും ഏത് സെക്ടറിലായാലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വർക്കിംഗ് കമ്മ്യൂണിറ്റി എപ്പോഴും നല്ല സ്കിൽഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ എന്താണ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഇത്തരത്തിലുള്ള ഇവരെല്ലാവരും സ്കില്ല് വേണം എന്നുള്ള ഒരു പ്രത്യേക കൺസെപ്റ്റിലേക്ക് വരികയും നമ്മുടെ കേരളത്തിലും എന്ത് ചെയ്ത് കൊണ്ടുവന്നത് വൊക്കേഷണലൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള സ്കീമിലാണ് നമ്മൾ NSQF ഇവിടെ കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ കമ്മിങ് ജനറേഷൻസിന് എന്ത് വേണം, നല്ല സ്കില്ല് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സ്കില്ലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കിൽഫുള്ളായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കണം. അത്തരത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ, ഇന്ത്യയും ഒരു വികസിത രാജ്യം എന്നുള്ള ഇതിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ളൂ. അതിന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയും. എന്താണ് അതിൻ്റെ അർത്ഥം? വർക്കിംഗ് പോപ്പുലേഷൻ്റെ എണ്ണം കൂടി വരുന്നു, അതിന് ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരിക. ഓക്കെ, അപ്പോൾ ഒരു 2025-30 ആകുമ്പോഴേക്കും എന്ത് പറ്റും, ഇന്ത്യയിലെ വർക്കിംഗ് ആയിട്ടുള്ള പോപ്പുലേഷൻ വളരെയധികം യങ് ജനറേഷനായിരിക്കും, അവരുടെ എണ്ണം ബാക്കിയുള്ള അവരുടെ ഡിപ്പെൻഡൻസിനെ അപേക്ഷിച്ച് വളരെ കൂടി വരികയും നമ്മൾക്ക് ശരിക്കും വികസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ പോലുള്ള മേഖലകളിൽ ഒരുപാട് തൊഴിൽ സാധ്യതകളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, സ്കിൽഫുൾ ആയിട്ടിരിക്കാനായിട്ട് പറ്റണം. അപ്പോൾ നിങ്ങളിതിൽ ചേർന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ ഭാവിയെ കരുത്ത് നൽകും, ഭാവിയിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്ത് നൽകുമെന്ന് ഉള്ളതിന് യാതൊരു സംശയവും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, അഗ്രികൾച്ചറിലാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. ഓക്കെ, അഗ്രികൾച്ചർ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞ 5-6 കോഴ്സുകൾ വരുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ സ്കൂളിൽ തന്നെ വേറെ കോഴ്സ് കാണും. ഗാർഡനറുണ്ട്, എന്താണ് ഫ്ലോറിക്കൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ ഉണ്ട്, ഫ്ലോറിക്കൾച്ചറിസ്റ്റ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യനാണ്. ഓക്കെ, ഇത് വരുന്നത് പ്രിസിഷൻ ഫാമിങ്ങിലാണ്. എന്താണ് പ്രിസിഷൻ ഫാമിങ്? ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു, സാർ പറഞ്ഞിരുന്നത് എന്താണ്, പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്നു, പക്ഷേ നമ്മുടെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞു വരികയാണ് അല്ലേ. നമ്മുടെ പോപ്പുലേഷൻ ദിനം തോറും കൂടി വരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനായിട്ട് ഒട്ടും സാധിക്കില്ല. പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ മൊത്തം സ്ഥല ലഭ്യതയുടെ 1% മാത്രമേ നമുക്കുള്ളൂ. മൊത്തം പോപ്പുലേഷൻ അല്ലെങ്കിൽ എൻ്റെ ജനസംഖ്യ എടുത്തു കഴിയുമ്പോൾ ഏകദേശം 3% ജനസംഖ്യ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലപരിമിതി വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സ്ഥലം കൂടുതൽ കൊണ്ടുവന്ന് എക്സ്റ്റൻസീവായിട്ട് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്തിലേക്ക് പോകണം, വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ചെയ്തുകൊണ്ട് നല്ല ഉൽപ്പാദനക്ഷമത കൂട്ടണം, പ്രൊഡക്ടിവിറ്റി കൂട്ടണം, റിസോഴ്സുകളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിന് വേണ്ടി ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഡെവലപ്പ് ചെയ്ത കൃഷി രീതികളാണ് ഹൈടെക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിസിഷൻ ഫാമിംഗ്. അപ്പോൾ നമ്മുടെ ഈ മൈക്രോ ഇറിഗേഷൻ്റെ ആ ടോപ്പിക് അല്ലെങ്കിൽ സെക്ടർ സ്കില്ല് പറയുന്നത്, അതിൻ്റെ സബ് ടോപ്പിക്കായിട്ട് നമ്മൾ വരുന്നത് ഏതാണ്, സബ് സെക്ടറായിട്ട് വരുന്നത് എന്താണ്, പ്രിസിഷൻ ഫാമിംഗ് ആണ്. ഓക്കെ, നമുക്ക് വേണ്ട സാധനങ്ങൾ, കൃഷിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം നമ്മൾ കൃത്യമായ അളവിൽ, കൃത്യമായ സമയത്ത്, കൃത്യമായ തോതിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്, ഗാർഡനർ ആയിക്കോട്ടെ, ഫ്ലോറിക്കൾച്ചർ എന്തും ആയിക്കോട്ടെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, നനയ്ക്കൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ. വെള്ളം വലിക്കുന്ന അവസ്ഥ നമുക്കറിയാം. അപ്പോൾ അതിലുള്ള ജലത്തിൻ്റെ കൃത്യമായ അളവിലും തോതിലും പുതിയ നൂതന രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെടികളെ വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ ജലസേചനം വളരെ കാര്യക്ഷമമായി മാനേജ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് എന്ത്, മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ. ഓക്കെ, നമ്മളെന്താണ് ഇതിൽ പഠിക്കുന്നത്? ഓക്കെ, സാർ ആദ്യം പറഞ്ഞു സെക്ടർ സ്കില്ലാണ് ഇതിൻ്റെ പ്രാക്ടിക്കലിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് സാർ പറഞ്ഞു. സിലബസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, NCERTയുടെ ഒരു സ്ഥാപനമായിട്ടുള്ള PSSCIVE എന്ന് പറയുന്ന ഭോപ്പാലിലെ ഒരു സ്ഥാപനത്തിലെ സിലബസാണ് നമ്മളിതിൽ തിയറി ആസ്പെക്റ്റും പ്രാക്ടിക്കൽ ആസ്പെക്റ്റും ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ SCERT പ്രത്യേകിച്ച് ഒരു സ്കീം ഓഫ് വർക്ക് ഓരോ മാസവും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി വെക്കേണ്ടത്. അപ്പോൾ സാർ പറഞ്ഞു എന്താണ്, സബ് സെക്ടർ പ്രിസിഷൻ ഫാമിങ്ങിലാണ് അത് വരുന്നത്. അപ്പോൾ അതിൽ സിലബസ് നമ്മൾ എടുത്തിരിക്കുന്നത് PSSCയുടെ സിലബസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്നെന്താണ്, 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് A എംപ്ലോയബിലിറ്റി സ്കിൽ, പാർട്ട് B വൊക്കേഷണൽ സ്കിൽ. ഓക്കെ, ഇപ്പോൾ സാറ് MSc ഗ്രാജുവേറ്റ് ആണ് അഗ്രി, പക്ഷെ നമ്മൾക്കൊന്നും ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ എംപ്ലോയബിലിറ്റി സ്കിൽ ദാറ്റ്സ് എ ബിഗ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ
ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ് എംപ്ലോയബിലിറ്റി സ്കിൽസ്. അത് എന്തിനാണ് എംപ്ലോയബിലിറ്റി സ്കിൽസ്? നമ്മൾക്കൊരു ജോലി നേടുവാനോ അല്ലെങ്കിൽ സ്വന്തം ഒരു പ്രസ്ഥാനം നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിലും അതിന് ചില ക്വാളിറ്റീസൊക്കെ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ അതെല്ലാം പറഞ്ഞു തരുന്ന ഭാഗമാണ് പാർട്ട് എ, എംപ്ലോയബിലിറ്റി സ്കിൽസ്. അതിൽ പ്രധാനമായിട്ടും 5 ഭാഗങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലേ? നിങ്ങൾക്കറിയാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. പറ്റുമോ? നിങ്ങളൊരാൾ ചോദിക്കുന്നത് എന്താണ് പേരെന്ന് ചോദിക്കുന്നത്, നമുക്ക് പറയാൻ കഴിയണം. എന്താണ് നിങ്ങളുടെ സ്വപ്നമെന്ന് ചോദിക്കുന്നത്, പറയാൻ കഴിയണ്ടേ? അത്തരത്തിൽ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ആളുകളോടും സഹപ്രവർത്തകരോടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലെന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഒന്നാമത്തത്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതാണ് സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ. ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഉള്ള എല്ലാ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. മൂന്നാമത് IT അല്ലേ? IT സ്കില്ലിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ICT സ്കിൽസാണ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഇതില്ലാതിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമുക്കൊരു ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു നിങ്ങൾക്കറിയാം അല്ലേ? ക്ലാസ്സുകളെല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ബിസിനസ് കൊണ്ടുപോകാനോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കമ്പ്യൂട്ടറും അതുപോലെ അനുബന്ധ ടെക്നോളജിയെക്കുറിച്ചൊക്കെ ധാരണ വേണം. അപ്പോൾ അത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങളിലുള്ള സംരംഭകത്വം നടത്തുന്നതിന് വേണ്ടി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, നമുക്കറിയാം ഇനി വരുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും സർക്കാർ ജോലിയൊന്നും തരാൻ ഗവൺമെൻറ്റിനെ കൊണ്ടാവില്ല. അപ്പോൾ സ്വയം തൊഴിലാണ് ഏറ്റവും വലിയ മാർഗം. നമ്മളൊരു തൊഴിൽ നേടുന്നതിനേക്കാൾ നല്ലത് എന്താണ്? 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പലർക്കും നല്ല ക്വാളിറ്റി ഉണ്ടാവും, ചെയ്യുന്നവർ കാണാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റീസ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ലാസ്റ്റ് വേണം എന്താണ്? ഗ്രീൻ സ്കിൽ എന്ന് പറയും. എന്താണ് ഗ്രീൻ സ്കിൽ? നമ്മളെപ്പോഴും പറയും എന്താണ്? ഭൂമിക്ക് നല്ല രീതിയിൽ ചെയ്യണം, പ്രകൃതിക്ക് ദോഷമുണ്ടാകാൻ പാടില്ല, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നൊക്കെ പറയുമെങ്കിലും നമുക്കത് ചെയ്യാൻ കഴിയാറില്ല. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റുകളെല്ലാം, നമ്മൾ ഇടപെടുന്ന മേഖലകളെല്ലാം എന്ത് ചെയ്യണം? ഷുഡ് ബി എക്കോ ഫ്രണ്ട്ലി. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ എക്കോ ഫ്രണ്ട്ലി ആക്കാം, നമ്മുടെ പ്രൊജക്ട്സ് എങ്ങനെ ചെയ്യാം, നമ്മുടെ ചുറ്റുപാട് എങ്ങനെ ചെയ്യാം, വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, അത്തരത്തിലുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും വരുന്നതാണ് ഗ്രീൻ സ്കിൽസ്. അപ്പോൾ എംപ്ലോയബിലിറ്റിയിൽ അത്രയും പോയിൻറ്റ്സ് ആണുള്ളത്. എന്തൊക്കെയാണ് സാർ പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽസ്, ICT സ്കിൽസ്, പിന്നെ എന്താണ് പറഞ്ഞത്? ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ഗ്രീൻ സ്കിൽസ്. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മളതിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് എന്ത്? വൊക്കേഷണൽ സ്കിൽ. വൊക്കേഷണൽ സ്കില്ലാണ് നമ്മുടെ ഈ പറയുന്ന മൈക്രോ ഇറിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അഗ്രികൾച്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. എന്താണ് അഗ്രികൾച്ചർ, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളുള്ളത്, എന്താണ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ ക്രോപ്പിംഗ് സിസ്റ്റംസ്, എന്താണ് സോയിലിൻ്റെ പ്രാധാന്യം, വാട്ട് യു മീൻ ബൈ പ്രൊഡക്ടിവിറ്റി, എന്താണ് സോയിലിൻ്റെ ടെക്സ്ചർ, എന്താണ് സോയിലിൻ്റെ സ്ട്രക്ചർ, എന്താണ് പ്ലാന്റ് വാട്ടർ റിലേഷൻഷിപ്സ്, എന്താണ് വെള്ളത്തിൻ്റെ പ്രാധാന്യം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വരും. ഈ പറയുന്ന ഇറിഗേഷൻ, ഡ്രെയിനേജ് മുതലായ ആസ്പെക്റ്റിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ജലമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനിയൊരു എന്താണ് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ശുദ്ധജലത്തിന് വേണ്ടിയാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നാച്ചുറൽ റിസോഴ്സാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഇറിഗേഷന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഷുഡ് ബി വെരി എക്സ്പേർട്ട് ആയിരിക്കണം അത്തരത്തിലുള്ള ഇതിൽ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരും. എന്തൊക്കെയാണ് നമ്മുടെ മൈക്രോ ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, വാട്ട് യു മീൻ ബൈ മൈക്രോ ഇറിഗേഷൻ, എന്താണ് സൂക്ഷ്മ ജലസേചനം, അതിനുപയോഗിക്കാവുന്ന പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്ത് പോകുന്നത് പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്, അതിൻ്റെ മെച്ചം എന്താണ്, ഇതിൻ്റെ മെച്ചം എന്താണ്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് പോകും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റ് ഇയർ നമ്മൾ ഏകദേശം അത് എല്ലാം പഠിച്ചിട്ട് മൈക്രോ സ്പ്രിംഗ്ലേഴ്സ്, അതുപോലെ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ് നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും നമ്മൾ ഡ്രിപ്പ് അതുപോലുള്ള മറ്റ് മെത്തേഡുകൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഇതാക്കി വയ്ക്കുക, ഒരു നോട്ട് ബുക്ക്. ഇനി നമുക്ക് ഒരു പാഠ്യേതര പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും എന്താണ്, ക്ലാസ് റൂം ടീച്ചിങ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ക്ലാസ് റൂമിൽ തിയറി പോർഷൻസ് എല്ലാം ക്ലാസ്സുകളിൽ അധ്യാപകർ വന്ന് വൃത്തിയായിട്ട് ഇൻട്രാക്ഷനിലൂടെയും അതുപോലെ ഡിസ്കഷനിലൂടെയും എല്ലാം നമുക്ക് പറഞ്ഞു തരും. പ്രാക്ടിക്കൽ ഭാഗങ്ങൾ പഠിപ്പിക്കാനായിട്ട് അധ്യാപകരുണ്ടാകും. അതുകൊണ്ട് ലാബ് വളരെ സുസജ്ജമായ ലാബുകളുണ്ടാകും എല്ലാ സ്കൂളുകളിലും. കാരണം 2 വർഷമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം
ലാബിലുണ്ടാകും. അപ്പോൾ അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അത് ലാബിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ല, നമ്മൾ പോയി എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യണത്, എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് പാലിക്കേണ്ടതുണ്ട്, അതൊക്കെ വളരെ സമയത്തോടെ ചെയ്യണം കേട്ടെ. ഓക്കെ, കാരണം പരീക്ഷയ്ക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാമോ, ടെക്നിക്കലി നിങ്ങൾക്കത് അറിയാമെന്നുള്ള ടെസ്റ്റ് ചെയ്യും. ഒരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ടെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് ചെയ്യും. അത് ആഫ്റ്റർ കെയർ ഒക്കെ അവർ ശ്രദ്ധിക്കും. വളരെ എഫക്റ്റീവായിട്ട് വേണം പഠിക്കാനും നോട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ അത് ടീച്ചിങ് ക്ലാസ് റൂം ഇൻട്രാക്ഷൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ക്ലാസ് റൂമിൽ പറഞ്ഞാൽ മതിയാവാതെ വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഫീൽഡ് വിസിറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യും. 2-3 ഫീൽഡ് വിസിറ്റുകൾ വേണം. അപ്പോൾ നിങ്ങൾ ഫീൽഡിൽ പോയിട്ട് നമ്മുടെ മൈക്രോ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ചില പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഫീൽഡിൽ പോയി അവിടെ ശരിക്കും ഇൻസ്റ്റാൾ ചെയ്ത ഫീൽഡുകളിലെല്ലാം കണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ബുക്കിൽ നോട്ട് ചെയ്ത് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ക്ലാസ്സിൽ വന്ന് ഡിസ്കസ് ചെയ്ത് അത് ദൂരീകരിക്കണം. പിന്നെയുള്ള എന്താണ്, എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ സെഷനുകളാണ്. എക്സ്പേർട്സ് ഓക്കെ, ഇപ്പോൾ ടീച്ചേഴ്സിനും അവരൊക്കെ എക്സ്പേർട്ടുകളാണ്. എന്നിരുന്നാൽ പോലും ചില പ്രത്യേക ഇത് ജോലിയിൽ സ്പെഷ്യലായിട്ട് എൻഗേജ് ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് നമ്മൾക്ക് ക്ലാസ്സുകളിൽ വരികയും അല്ലെങ്കിൽ അവരുടെ പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ എക്സ്പേർട്ട് സെഷൻ ആ ഫീൽഡിൽ, അതായത് മൈക്രോ ഇറിഗേഷൻ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ, അതിൻ്റെ ഓരോ പോയിന്റിലും വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ, വിഷയ വിദഗ്ധർ എന്ന് പറയും, അവരുമായിട്ട് നമ്മൾ സംവദിക്കുകയും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് ഇത് ഫീൽഡ് വിസിറ്റുകളും എക്സ്പേർട്ട് ഇൻറ്ററാക്ഷൻ സെഷനുകൾ. അപ്പോൾ അത് വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട്. കൂടാതെ OJT എന്ന് പറയുന്ന പുതിയൊരു സ്കീമാണ്, ഓൺ ദി ജോബ് ട്രെയിനിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എവിടെയാണ് ജോലി ചെയ്യുന്നത് അവരെ കൂടെ പോയി നമ്മൾ പഠിക്കും. ഓക്കെ, വി ആർ ലേണിംഗ് ബൈ ഡൂയിങ്. നമ്മളവിടെ പോയി അവരോട് ചെയ്യുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതെങ്ങനെ ചെയ്യാം, എന്തൊക്കെ ആഫ്റ്റർ കെയർ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ ചെയ്യണം. ഓക്കെ, കാരണം ഇതിൽ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് എന്താണ് ഡ്രിൽ മെഷീനുകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ചില ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ OJTയിൽ പോയി നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ്, അവിടെ ചെയ്യുന്ന ആളുടെ കൂടെ നിന്ന് നമ്മൾ പഠിക്കും. അത് ഓരോ വർഷവും ഒരു നിശ്ചിത മണിക്കൂറുകൾ നമ്മൾ പോകേണ്ടതുണ്ട് എന്ത് കിട്ടാനായിട്ട്, NSQFൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കാനായിട്ട്. അപ്പോൾ അതും വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് മടങ്ങി വരാം. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള പ്രധാന വിഷയങ്ങളൊന്ന് പരിചയപ്പെടാം. ആദ്യമായി NSQF സബ്ജക്റ്റായ മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ്റെ തിയറിയും പ്രാക്ടിക്കലും വിശദമായിട്ട് പഠിക്കണം. രണ്ടാമതായി +1 തലത്തിലുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റ്. മൂന്നാമത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, നിങ്ങളിലെ സംരംഭകത്വ സവിശേഷതകൾ വളർത്തുന്നതിനായിട്ടുള്ള കോഴ്സാണ്. നാലാമതായി +1 തലത്തിലുള്ള ഫിസിക്സ്. അഞ്ചാമതായി +1 തലത്തിലുള്ള കെമിസ്ട്രി. ആറാമതായി ബയോളജി. ബയോളജിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെയല്ല, 2 ഭാഗങ്ങളുണ്ട്, സുവോളജിയും ബോട്ടണിയും, രണ്ടും നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി മാത്തമാറ്റിക്സ് ആണ്, ഓപ്ഷണലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്തമാറ്റിക്സും കൂടി പഠിക്കേണ്ടതായി വരും. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്സ് അഡീഷണൽ ആയിട്ട് എടുത്ത് പഠിക്കണം. നമുക്ക് NSQFൻ്റെ സബ്ജക്റ്റുകളാണുള്ളത്. മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ, അപ്പോൾ അത് ദേശീയ അന്തർദേശീയ നിലവാരമുള്ള സർട്ടിഫിക്കറ്റാണ് ഇത് കഴിഞ്ഞാൽ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിക്ക് വെർട്ടിക്കൽ മൊബിലിറ്റിയും ഹൊറിസോണ്ടൽ മൊബിലിറ്റിയും ഉണ്ടാകും. കുട്ടിക്ക് ഒരു സ്വയം തൊഴിലുമായി മുന്നോട്ട് പോകാം, ഒരു സംരംഭകനായി മുന്നോട്ട് പോകാം, കൂടാതെ അവന് അക്കാദമികമായി മുന്നേറുന്നതിനുള്ള അവസരം ഈ കോഴ്സ് പ്രദാനം ചെയ്യുന്നു. അടുത്തത് അഗ്രികൾച്ചറിൽ തന്നെയുള്ള മൈക്രോ ഇറിഗേഷൻ എന്ന കോഴ്സാണ്. നൂതന ജലസേചന രീതികൾ വിശദമായി പഠിക്കുകയും ചെയ്യുന്നു. കോഴ്സിൻ്റെ അവസാനം വിജയിക്കുന്നവർക്ക് അന്തർദേശീയ നിലവാരമുള്ള സർട്ടിഫിക്കറ്റ്, സ്കിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. ഇനി നമുക്ക് സബ്ജക്റ്റുകളുടെ മാർക്കിൻ്റെ വിധാനം ഒന്ന് നോക്കാം. ആദ്യമായി NSQF സബ്ജക്റ്റായ മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ്റെ എക്സാമുകൾക്കുള്ള മാർക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പരിചയപ്പെടാം. ആദ്യമായി ഫസ്റ്റ് ഇയറിൻ്റെ തിയറി പരീക്ഷ മാർച്ച് അവസാനമാണ് സാധാരണഗതിയിൽ വരാറ്. അപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ പഠനത്തിന് ശേഷമുള്ള ഫൈനൽ തിയറി എക്സാമിന് വരുന്നത് 50 മാർക്കാണ്. 50 മാർക്കിൻ്റെ തിയറി പരീക്ഷ, 35 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ, കൂടാതെ 15 മാർക്കിൻ്റെ PWE അഥവാ പ്രൊജക്റ്റ് വർക്ക് ഇവാലുവേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വർക്ക് ഇവാലുവേഷൻ. അപ്പോൾ അത് 3 കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നാം വർഷം 100 മാർക്കാണ് കുട്ടിക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം വർഷം 50 മാർക്ക് തിയറി, പ്രാക്ടിക്കലിൻ്റെ 35 മാർക്ക്, PWE 15 മാർക്ക്. അങ്ങനെ കുട്ടി കോഴ്സ് കഴിയുമ്പോൾ
NSQ സബ്ജക്റ്റിന് കിട്ടുന്നത് 200 മാർക്കായിരിക്കും. ടോട്ടൽ 200 മാർക്ക്. ഇനിയുള്ളത് ഇംഗ്ലീഷാണ്. ഹയർ സെക്കൻഡറി തലത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അതിൽ പ്രാക്ടിക്കലുള്ള വിഷയമല്ല. തിയറിക്ക് ഫസ്റ്റ് ഇയർ 80 മാർക്ക്, CE മാർക്ക്. CE എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ അറിയാം, കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20 മാർക്ക്. അങ്ങനെ ഫസ്റ്റ് ഇയർ 100 മാർക്ക്, സെക്കൻഡ് ഇയർ തിയറിക്ക് 80 മാർക്ക്, CE 20 മാർക്ക്, അങ്ങനെ 200 മാർക്കാണ് ടോട്ടലായിട്ട് ഇംഗ്ലീഷിന് ഉള്ളത്. മൂന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ED എന്ന് പറയും. അതിനും ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കലുള്ള വിഷയമല്ല. തിയറിക്ക് ഫസ്റ്റ് ഇയർ 80 മാർക്ക്, CE 20 മാർക്ക്, സെക്കൻഡ് ഇയർ തിയറി 80 മാർക്ക്, CE 20 മാർക്ക്, അങ്ങനെ 2 വർഷവും കൂടി 200 മാർക്കിലാണ് കുട്ടിക്ക് ടോട്ടൽ മാർക്കായിട്ട് വരുന്നത്. ഫിസിക്സ് ആണ് അടുത്തുള്ളത്. ഫിസിക്സ് 1ാം വർഷം 60 മാർക്കാണ് തിയറി ഉള്ളത്. അതുപോലെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20 മാർക്കാണ്. അങ്ങനെ ഫസ്റ്റ് ഇയർ നമുക്ക് 80 മാർക്കാണ് ഉള്ളത്. സെക്കൻഡ് ഇയർ ചെറിയ വ്യത്യാസമുണ്ട്. തിയറി 60 മാർക്കുണ്ട്, അതിൻ്റെ കൂടെ പ്രാക്ടിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കൽ 40 മാർക്ക്, CE 20 മാർക്ക്, അങ്ങനെ എല്ലാം കൂടി ടോട്ടൽ 200 മാർക്കാണ് കുട്ടിക്ക് 2 വർഷം കൂടി നമ്മൾക്ക് ലഭിക്കേണ്ടത്. അടുത്ത കെമിസ്ട്രിയാണ്. ഫിസിക്സിൻ്റെ പറഞ്ഞതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഇതുപോലെ ഫസ്റ്റ് ഇയർ 60 മാർക്ക്, CE 20 മാർക്ക്, തിയറി സെക്കൻഡ് ഇയർ 60 മാർക്ക്, പ്രാക്ടിക്കൽ 40 മാർക്ക്, CE 20 മാർക്ക്, അങ്ങനെ ടോട്ടൽ കുട്ടിക്ക് 2 വർഷം കൂടി 200 മാർക്കിലാണ് ജയവും പരാജയവും എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. ലാസ്റ്റ് വിഷയം ബയോളജിയാണ്. ഇതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ 60 മാർക്ക് തിയറി, 20 മാർക്ക് CE, അങ്ങനെ 80 മാർക്കാണ്. അതായത് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഫസ്റ്റ് ഇയർ തിയറിക്ക് 60, CE 20, അങ്ങനെ 80 മാർക്കാണ് നമ്മൾക്ക് ഉള്ളത്. സെക്കൻഡ് ഇയർ തിയറി 60, പ്രാക്ടിക്കൽ 40, CE 20, അങ്ങനെ ടോട്ടൽ 200 മാർക്കാണ് വേണ്ടത്. എല്ലാ വിഷയങ്ങൾക്കും 10ാം ക്ലാസ് പോലെയല്ല, ജയിക്കണമെങ്കിൽ എന്ത് വേണം? സെപ്പറേറ്റ് മിനിമം വേണം. തിയറിക്ക് തന്നെ 30% മാർക്ക് കരസ്ഥമാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് അതാത് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചെയ്യാം. അപ്പോൾ വിഷയങ്ങളൊക്കെ മനസ്സിലായെന്നായിരിക്കണം അല്ലേ? ഏതൊക്കെ വിഷയങ്ങളാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഏതൊക്കെയാണ്? നമ്മുടെ വൊക്കേഷണൽ വിഷയമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ വിഷയമുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. പിന്നെ നിങ്ങൾ മാത്സ് അഡീഷണൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയും, ഹൊറിസോണ്ടൽ മൊബിലിറ്റി അല്ലേ? രണ്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ലേ? എന്താണ്? നിങ്ങൾക്ക് സ്വയം സംരംഭകനായിട്ട് മുന്നോട്ട് പോകാം, അല്ലാതെ നിങ്ങൾക്ക് നീറ്റ് പോലുള്ള എക്സാമുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാം? ഡോക്ടറാവാം, PDSന് പോകാം, അതിനൊക്കെ ചെയ്യാം. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു എന്താണ് ഡയറി ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് പോകണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് പറ്റില്ല, ഇത് പോരാതെ വരും. അപ്പോൾ അന്നേരമാണ് മാത്സ് കൂടി വേണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് സെക്ടറിലുള്ള എല്ലാ കോഴ്സിനും പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയുള്ള എന്താണ് അസസ്മെൻറ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. കാരണം നമുക്കൊരു എന്താണ് സാർ ആദ്യമേ പറഞ്ഞു, ഷുഡ് ബി പ്ലാൻ. നിങ്ങളൊരു പ്ലാനാക്കി വെക്കണം. അപ്പോൾ അതൊന്ന് ബേസിക് ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ചും ഇതിൻ്റെ എങ്ങനെയാണ് ഇവാലുവേഷൻ, എത്ര സബ്ജക്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞൊരു ധാരണ നമ്മൾക്കുണ്ടെങ്കിലേ എന്തുണ്ടാകാൻ പറ്റുള്ളൂ, നല്ലൊരു പ്ലാനിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സാർ അതിൻ്റെ കോഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, സിലബസിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ടീച്ചിങ് മെത്തഡോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താണ് ഇവാലുവേഷൻ. ഓക്കെ, അതിൽ മാർക്ക് സാർ പറഞ്ഞിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും മാർക്കിൻ്റെ വിധാനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ പ്രാക്ടിക്കലിനാണ് നമ്മൾ സ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സ്കിൽ ഇവാലുവേഷൻ, അതിനാണ് സ്കിൽ ഇവാലുവേഷനാണ് എന്ത് കിട്ടുന്നത്? NSQF സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഫസ്റ്റ് ഇയർ നമ്മുടെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ തന്നെയായിരിക്കും, കുഴപ്പമുള്ള ഇതില്ല. പക്ഷേ സെക്കൻഡ് ഇയർ ആയി കഴിയുമ്പോൾ എന്താണ്, അഗ്രി സെക്ടർ സ്കിൽ ആളുകൾ വന്നിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? സെക്ടർ സ്കില്ലായിരിക്കും. അതിൽ 50% മാർക്ക് കിട്ടുന്ന ആളുകൾ മാത്രമേ പാസ്സാവുകയും സർട്ടിഫിക്കറ്റിന് എലിജിബിൾ ആവുകയും ചെയ്യുള്ളൂ. കാരണം ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലിൽ സാറ് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊരു PWE എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു അല്ലേ? കണ്ടിന്യൂസ് ഇവാലുവേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ കണ്ടിന്യൂസ് ഇവാലുവേഷനാണ്. നിങ്ങളെ പല ആക്ടിവിറ്റീസും ടീച്ചേഴ്സ് പറയും, അതെല്ലാം ചെയ്യണം. ഇതിൽ PWEയിൽ എന്താണ് പ്രാക്ടിക്കൽ വർക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റ് വർക്ക് ഇവാലുവേഷൻ എന്നാണ് പറയുന്ന ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരും. ആ പ്രൊജക്റ്റ് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, ചെയ്ത് നിങ്ങൾക്ക് വെക്കണം. പക്ഷെ വെക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് കൃത്യമായി ഫയൽ ചെയ്ത് വെക്കണം, അല്ലാതെ നമുക്ക് അതിലൊന്നും കളയാൻ പാടില്ല. അപ്പോൾ ചെയ്യുന്ന ഓരോ വർക്കുകളും ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയും. എന്താണ് പോർട്ട്ഫോളിയോ? സ്റ്റുഡൻറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മൾ ഫയൽ ചെയ്ത് പേരൊക്കെ എഴുതി നല്ല ഒട്ടിച്ച് നല്ല അട്രാക്റ്റീവായിട്ട് വെക്കണം. അതിൽ വർക്കുകളെല്ലാം അസൈൻമെൻറ്റ്, ആൽബം പ്രിപ്പറേഷൻ, സർവേ, ഓക്കെ, പോസ്റ്റർ ഉണ്ടാക്കിയത് എല്ലാം ആയിക്കോട്ടെ, കാൽക്കുലേഷൻ എന്തും ആവാം. നിങ്ങളുടെ വർക്കുകളെല്ലാം നല്ല ഫയൽ ചെയ്തൊരു
വേറൊരാൾ വന്ന് നോക്കുമ്പോൾ കാണാവുന്ന രീതിയിൽ ഫയലാക്കി വെക്കണം. അതിനാണ് 15 മാർക്ക് ഉണ്ടാകുക. സെക്കൻഡ് ഇയർ ഇതുപോലെ തന്നെ സെക്ടർ സ്കില്ലിൽ ആൾ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇയറിൻ്റെ ഫയലും സെക്കൻഡ് ഇയറിൻ്റെ ഫയലും ചിലപ്പോൾ നമ്മുടെ അടുത്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ നല്ല നീറ്റായിട്ടൊരു ഫയലായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിന് പോകുമ്പോൾ ഫയലായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, പ്രാക്ടിക്കലിന് റെക്കോർഡോ അല്ലെങ്കിൽ ബുക്കോ ഒബ്സർവേഷനൊക്കെ എഴുതാനായിട്ടൊക്കെ ബുക്കും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അതും എന്തായിട്ട് ഉപയോഗിക്കാം, ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു ഐറ്റമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് PWE, ഓർത്തോളണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ വർക്കുകളും ചേർത്ത് ഫയൽ ചെയ്ത് നല്ല ഭംഗിയിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 മാർക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. പ്രാക്ടിക്കലിന് ഇവാലുവേഷൻ ഉണ്ടാവും. തിയറിയുടെ മാർക്കിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലോട്ട് അതിലേക്ക് പോകും. സബ്ജക്റ്റ് വൈസ് വിശദമായ ക്ലാസ്സുകളിലേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ ആസ്പെക്റ്റുകൾ, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണുള്ളത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഡിവിഷൻസാണ് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ക്രോപ്പുകൾ ഏതൊക്കെയാണുള്ളത്, എന്താണ് ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, വാട്ട് യു മീൻ ബൈ ക്രോപ്പിംഗ് പാറ്റേൺ. അപ്പോൾ അത്തരത്തിലുള്ള അഗ്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ എന്താണ് സോയിൽ പ്രൊഫൈൽ, സോയിലിൻ്റെ സ്ട്രക്ചർ, ടെക്സ്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഇറിഗേഷൻ, ഡ്രെയിനേജ്, മൈക്രോ ഇറിഗേഷണൽ ആസ്പെക്റ്റിലേക്ക് എല്ലാം എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ QP എടുത്തൊന്ന് വായിച്ച് നോക്കണം. ക്വാളിഫിക്കേഷൻ പാക്ക് എന്താണ് മൈക്രോ ഇറിഗേഷനിൽ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ സെക്ടർ സ്കിൽ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ടൊന്ന് എല്ലാം വായിച്ച് നോക്കുക, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ആയിത്തീരേണ്ടതെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി നല്ലൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എന്താണ് ഇത് ഹയർ സ്റ്റഡീസിന്, നീറ്റോ അതുപോലെ എന്തെങ്കിലും നല്ല കോമ്പറ്റേറ്റീവ് എക്സാംസോ സിവിൽസൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടി ഒരു പ്ലാനിങ്ങും കൂടി ഈ തരത്തിൽ ചെയ്യണം. കാരണം 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചതുപോലെയല്ല, ഇനിയൊരു നമ്മുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കുറച്ച് സമയമുള്ളെങ്കിലും ജീവിതത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പീരീഡാണ് +1 +2 സമയം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികൾ. മാക്സിമം സഹായം നമ്മളെല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, ഉറപ്പാക്കണം. ഓക്കെ, അധ്യാപകരുടെ കയ്യിൽ നിന്നും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും മറ്റിതര ഏജൻസികളുടെ കയ്യിൽ നിന്നുള്ള എല്ലാവരുടെയും എന്ത് വേണം, ഉള്ള സഹായങ്ങളെല്ലാം നമ്മൾ സ്വരുക്കൂട്ടിക്കൊണ്ട് വേണം നമ്മുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി സമൂഹത്തിനും അതുപോലെ എന്താണ് നിങ്ങളുടെ അംഗങ്ങൾക്കും എല്ലാവർക്കും നല്ല ഒരു മാതൃകയായിക്കൊണ്ട് നല്ല കുട്ടികളായിട്ട് വരണം. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് വേണം, നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ത് വേണം, സ്കില്ല് വേണം. അപ്പോൾ സ്കില്ലില്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ ഇതിന് നല്ല മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻസായിട്ട് മാറണം. നാളെ അഗ്രികൾച്ചർ മേഖലയിൽ നല്ല ഭാവിയുള്ള സ്കിൽഫുള്ളായിട്ടുള്ള വിദ്യാർത്ഥികളായി വരട്ടെ. അതുപോലെ നല്ല സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇനിയും അടുത്ത ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.